ഞാൻ ചോദിക്കണ നിങ്ങൾ പാട്ട് പഠിച്ചില്ലെന്നുള്ള മനസ്സിലായി. പക്ഷെ ഞാനിപ്പോ നേരത്തെ വീഡിയോയിൽ ഒരു കൂട് കണ്ടല്ലോ. പുലി അവിടെ ശരിക്കും ഉണ്ടതാ? പുലി ഉള്ളതാ? നാട്ടിൽ പുലിന്റെ ആരെങ്കിലും കളു പറഞ്ഞിട്ട് ഇടുവോ? നാട്ടുകാർക്ക് പച്ചക്കില്ലല്ലോ. അല്ല, പക്ഷെ കൂട്ടിനകത്ത് ഇതുവരെ പുലിയെ പിടിച്ചിട്ടുണ്ടോ നിങ്ങള്? പുലി നമ്മ ഇങ്ങനെ വിളിച്ചിട്ട് പുലിനെ കേറുന്ന് പറയല്ല. ഇങ്ങനെ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ആളറിയാതെ, ആളിന്റെ മഹത്വം അറിയാതെ ഞാൻ പറഞ്ഞു പോയ തെറ്റിന് മാപ്പ്. അതെനിക്കിഷ്ടപ്പെട്ടു. കൂട് വെച്ചേക്കുമ്പോ അതിലൊരു പുലി ഉണ്ടാവാണെന്നാണല്ല. അതിന് ഞാൻ ഇപ്പൊ ഞാൻ അതിൽ പോയിട്ട് കുത്തിരിക്കണം, എന്നിട്ട് പുലിനെ വിളിക്കണം. എന്നെ കണ്ടിട്ട് വന്നാലായി, അല്ലാണ്ട് പുലി വരുന്ന നമുക്ക് തോന്നില്ല. ഇവളാള് കൊള്ളാമല്ലോ. എന്ത് ഇല്ലല്ല, ചോദ്യം ഒന്നും ചോദിക്കൂല. നീ പൊട്ടനാണോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ? അതെന്നാ മുതലാളി അങ്ങനെ ചോദിച്ചേ? ഞാൻ ഈ മൈക്ക് ദൂരം പിടിച്ച് ആരും കേൾക്കണ്ട. നിങ്ങൾക്ക് ആ മൈക്ക് ഉണ്ട് ഇതിലെ ബോധം കൂടി. അയ്യോ, എനിക്ക് മറന്നുപോയി. അയ്യോ പോട്ടെ പോട്ടെ. ഓക്കെ സർഗോ സാർ, അടുത്തത് മോഹൻലാലിനെ കൊണ്ടുവരണേ. കണ്ടുവരണം മാത്രം, അന്ന് എന്നെ വിളിക്കണം. എന്നെ വിളിക്കണം, വെറുതെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചാൽ. എടാ, രണ്ടോളം ആലോചിച്ചാ അതിന്റെ കാര്യത്തിൽ. അല്ല എന്തോ അത് ഞാൻ പറയാം. ഓ ശരി. സന്തോഷായി, നല്ല സന്തോഷായി. ഞാൻ വിചാരിച്ചു നിനക്ക് മാത്രമേ ഉള്ളത്, എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ ആയല്ലോ, തരാനുള്ള ഞാൻ തന്നു കഴിഞ്ഞു. ഇനി നമ്മൾ നിങ്ങൾ ഒരു ഏർപ്പാടും ഇല്ല. ഓക്കെ, വരട്ടെ.